രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, ബാല്യകാല സുഹൃത്തുക്കൾ. അവരെ അയൽവാസികളാണ് രണ്ടുപേരും. വളരെ ഒരുമിച്ചേ കാണുള്ളൂ. അവർ അത്രയും സുഹൃത്തുക്കൾ. ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വളർന്നു. അവരങ്ങനെ കുറച്ച് യുവാക്കളായി പ്രായമായി നല്ല ഭക്ഷണപ്രിയന്മാരാണ്. എവിടെ സദ്യ ഉണ്ടെങ്കിലും ഇവരെ ക്ഷണിക്കും. ഇവർ ആദ്യത്തെ വണ്ടിയിൽ നിന്ന് ഇരിക്കും, ഭക്ഷണം കഴിക്കും. ഇവിടെ ഉറപ്പായിട്ട് ഭക്ഷണം കഴിക്കും. മാത്രമല്ല, ആ ഭക്ഷണം കഴിഞ്ഞിട്ട് അവർക്ക് നല്ല വിവരമാണ്. അവരെ അവിടെ ദഹനക്കാരെയൊക്കെ അഭിനന്ദിക്കും. ആ സദ്യ നടത്തുന്ന ആളെ പറയും, കാര്യങ്ങളൊക്കെ പറയും. എന്തെങ്കിലും പോരായുണ്ട് അതൊക്കെ അവർ സ്വകാര്യമായിട്ട് വിമർശിക്കില്ല. അവരുടെ പരിപാടിങ്ങനെ കറിയിലുള്ളതാണ് എന്നൊക്കെ അത്രയും വളരെ കൃത്യമായിട്ട് ചെയ്യണ ആൾക്കാരാണ്. ഇവർ വളരെ ഒരുമിച്ച് പോവുള്ളൂ. അങ്ങനെ ഒരു രണ്ടുപേര് വളരെ സുഹൃത്തുക്കളാണ്. അപ്പോൾ എവിടെയെങ്കിലും തന്നെ ഒരുമിച്ച് നടക്കുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ രണ്ട് സദ്യ വന്നു. ഒരേ ദിവസം തന്നെ രണ്ട് സദ്യ വന്നു. അപ്പോൾ അവർക്ക് ആകെ കൺഫ്യൂഷനായി, എന്താ വേണ്ട ശരിയല്ല. രണ്ടുപേരും അതിന് പോകണോ ഇതിന് പോകണോ എന്നുള്ള കാര്യം. അപ്പോൾ ഇവരൊക്കെ കൂടി എന്ത് ഇവരിന്ന് ചർച്ച ചെയ്തു, ഞാൻ എന്താ ചെയ്യുക, എങ്ങടാ നമുക്ക് പോകേണ്ടത്, എന്താണ്. ഒടുവിൽ അവർ അങ്ങനെ വേറെ പിരിഞ്ഞ് പോകാറില്ല. പക്ഷെ അന്ന് ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, താൻ അവിടേക്ക് പോവാ, ഞാൻ ഇവിടേക്ക് പോവാം. എന്നിട്ട് കഴിഞ്ഞ് വന്നിരുന്നിട്ട് നമുക്കോട് ഇരുന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ ശരിയും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. രണ്ട് പോയിട്ട് ഭക്ഷണം കഴിച്ചു. നല്ല വെടുപ്പായിട്ടുള്ള സദ്യയാണ്, രണ്ടും മോശമില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നവർ അവിടെ ഒരു പൊതുവെ സ്ഥലമുണ്ട്, അവിടെ ഇരുന്നിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ്. ആ ചർച്ചകൾ തുടങ്ങിയപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ ഇവിടെ വ്യത്യാസം എന്താ വെച്ചാൽ, ഒരു സ്ഥലത്ത് കൂട്ടാൻ സാമ്പാറാണ്, ഒരു സ്ഥലത്ത് കൂട്ടാൻ കാളനാണ്. അപ്പം ഇയാൾ കാളനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു കാളൻ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല, അത്രയും വിട്ടുകൊടുപ്പല്ല കാളൻ, താനും കഴിച്ചിട്ടല്ല, അത്രയും ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഇങ്ങനെ കൊടുത്തു. അപ്പം ഇയാൾ പറഞ്ഞു, അത് ആയിരിക്കാം, പക്ഷെ ഇങ്ങനെ സാമ്പാറും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അയാളും പറഞ്ഞു സാമ്പാറിനെ കുറിച്ച്. ഇവർ തമ്മിൽ അതിനെക്കുറിച്ച് സുഹൃത്തുക്കളാണ്, ആത്മാസുഹൃത്തുക്കളാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് അവർ തർക്കായി. ഈ ഒരു ചെറിയൊരു കാര്യത്തിനും കൂടി തർക്കായി എന്ന് മാത്രമല്ല, അതിൻ്റെ മുകളിൽ ലഹളയായി. അങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ എന്താ വേണ്ടത് ശരി. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഇതായില്ലോ, ഒരു ഇത് വന്നു, ഇവരുടെ ഇടയിലൊരു ഇത് വന്നു. ഒരാൾ സാമ്പാറാണ് കേമൻ എന്ന് പറഞ്ഞു, ഒരാൾ നിസ്സാര കാര്യമാണ്, ഒരാൾ കാളനാണ് കേമൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക, അടിവരെത്തി. അത്ര ഇരിക്കുമ്പോഴാണ് അപ്പോൾ അവിടെ ഒരു സംസ്കൃത അധ്യാപകനുണ്ട്, മലയാളം വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്നുണ്ട്, ബഹുമാന്യനായിട്ടൊരാളാണ്. അദ്ദേഹം പറഞ്ഞു, ആ മാഷ് വന്ന് നന്നായി വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിലൊരു തർക്കത്തിലാണ്. അപ്പം അതുകൊണ്ട് സാമ്പാറാണോ കേമം, കാളനാണോ കേമം, ഇതാണ് ഇവർ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതിനല്ല, നിങ്ങൾ ഈ കുട്ടികളെ ഞാൻ നിങ്ങളെ കാണുമ്പോഴൊക്കെ ഒരുമിച്ചാണ്, ഈ തർക്കിക്കേണ്ട കാര്യമുണ്ടോ, അതൊക്കെ ഇപ്പൊ ഇത്ര വലിയ കാര്യം അതല്ല. പറഞ്ഞതില്ല, മാഷ ഒരു തീരുമാനം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതമാണ്, മാഷത് പറഞ്ഞിരുന്നു. പറഞ്ഞു ഈ കാര്യമില്ല, രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. അതെങ്ങനെ ഒന്നാണ്, സാമ്പാർ വേറെ അങ്ങനെയല്ലേ, അതൊക്കെ ഒന്നാണ്, രണ്ടും ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ അതിന് വേണ്ടി ഒരു മത്സരം പാടില്ല, നിങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പറയാം. എന്ത് പറഞ്ഞാലും ഒരു അതിൻ്റെ സാധനം മാഷ്. അതാണ് ഈ വിദ്വാൻമാരുടെ ലക്ഷണം അവിടെയാണ്. അവരൊക്കെ ഈ ആൾക്കാരെ, ഇന്നത്തെ ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കാനാണ്, ഇത് അടുപ്പിക്കുകയാണ്, രണ്ട് കുട്ടികളെ അടുപ്പിക്കുകയാണ് അവരുടെ പണി. അപ്പോൾ പറഞ്ഞു അപ്പോൾ മാഷ എന്ത് പറഞ്ഞു സമ്മതമാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ ആ ഒരു മനസ്സെങ്കിലും ഉണ്ടല്ലോ, എന്നാൽ ഞാൻ ശരിയാക്കി തരാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സാമ്പാർ അല്ലേ ഒരാളുടെ വിഷയം, എന്താ അതിൻ്റെ അർത്ഥം നോക്കി നമ്മളിങ്ങനെ കഴിക്കണമെന്നല്ലാണ്ട് സാമ്പാറിന് വല്ല അർത്ഥം കണ്ടിരിക്കാറുണ്ടോ, അർത്ഥം അറിഞ്ഞിട്ടാണോ അപ്പോൾ കഴിക്കണേ. അപ്പം അദ്ദേഹം ഒരു പണ്ഡിറ്റ്, അദ്ദേഹം സംസ്കൃതം ഒക്കെ ആളുണ്ട്, അദ്ദേഹം അത് വിശദീകരിച്ച് കൊടുത്തു. അത് 3 വാക്കുകൾ ചേർന്നാണ് ഈ സാമ്പാർ. സ അമ്പ ആറ്. ആറ് എന്ന് പറഞ്ഞാൽ പുഴ, നദി എന്നുള്ള അർത്ഥമാണ് അല്ലേ ആറ് എന്ന് പറഞ്ഞാൽ. അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ, മാതാവ് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഈ പുഴകളുടെ അമ്മയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ആരെയാ? ഗംഗാനദിയാണ്. സാക്ഷാൽ ഗംഗാനദീനെയാണ് നമ്മൾ അമ്മയായിട്ട് അല്ലെ, ഗംഗാമാതാവ് എന്ന് പറയും. അപ്പൊ സ എന്ന് പറഞ്ഞാൽ
മലയാളത്തിലെ സംസ്കൃതത്തിലായാലും വിത്ത് എന്നുള്ള അർത്ഥം. കുടുംബം വരിക എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സാം പാറിച്ചാൽ 6 അമ്പ വിത്ത്. അപ്പോൾ ഗംഗയാണ് ഇപ്പോൾ മാതാവ്. അങ്ങനെയാണല്ലോ പറയുന്നത്. ഗംഗാ നദിയാണ് എല്ലാവർക്കും ഏറ്റവും ആ ഗംഗയോട് കൂടിയവൻ. അതിൻ്റെ ഒരർത്ഥം അങ്ങനെയല്ലേ വരണേ. അപ്പോൾ അതാരാ ഗംഗയോട് കൂടിയവൻ? ശിവൻ. സംശയമില്ലല്ലോ, ശിവനാണ്. അതെ, ഒന്നവിടെ ഇരിക്കട്ടെ. മറ്റേ ആളുടെ തർക്കം കാളൻ. കാളയുള്ളവൻ, കാളയോട് കൂടിയവൻ, അതാരാണ്? അത് ശിവനാണ്. ഇപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്. അതേ പറഞ്ഞു, നിങ്ങൾ തർക്കിക്കേണ്ട പൊക്കോളൂ. ആ മാഷ് രണ്ടാളെയും കോർത്ത് പിടിച്ച്. അപ്പൊ അതാണ് ഈ മഹാന്മാരെ എന്ത് ചെറിയ കാര്യം അവര് അതാണ് അവരുടെ തൊഴില് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഒരു പറഞ്ഞു എന്നേ ഉള്ളൂ.